നമ്മൾ സാന്ദർഭികമായിട്ടാണെങ്കിലും ഗുഡ് മോർണിംഗ് കേരളം ഇന്ന് പറഞ്ഞു തുടങ്ങിയത് SFI സമ്മേളനത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ SFI സമ്മേളനത്തിൻ്റെ ഒരു പൂർണ്ണമായ വിവരങ്ങളിലേക്ക് തന്നെ നമ്മൾക്ക് പോകാം എന്നുള്ളതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. സ്വാഭാവികമായും വിജിൻ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾക്കൊപ്പം ഇപ്പോൾ ചേർന്ന് അല്ലേ? എത്തി. ലൊക്കേഷൻ മാറ്റി. എത്ര വേഗമാണ് വിജിൻ പുതിയ സ്ഥലത്തെത്തിയത്? എവിടെ ഇത്? SFI സമ്മേളനം നടക്കുന്ന സമ്മേളന വേദിക്ക് അടുത്താണോ? ഞങ്ങളൊന്ന് കാണട്ടെ. തീർച്ചയായും ഈ പാളയം യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സമ്മേളന നഗരിയുടെ ഓരോ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്ത് നിന്നാലും അതൊരു സമ്മേളന നഗരിയുടെ ഭാഗമാണ് എന്ന് പറയാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് തൊട്ട് പിറകിലായിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം നഗരമാകെ SFI സമ്മേളനത്തിൻ്റെ ഒരു മൂഡിലാണോ നിൽക്കുന്നത്? തീർച്ചയായും അതുതന്നെയാണ്, ആ ഒരു മൂഡിൽ തന്നെയാണ്. ഇന്ന് വൈകിട്ട് ഈ പൂർവ്വ നേതൃസംഗമമുണ്ട്. അല്പം മുമ്പ് ഞാൻ പഴയ MLA TV രാജേഷിനെ കണ്ടിരുന്നു. ഇവിടെ നടന്നു പോയപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അതിനായി എത്തിയതാണ്. അങ്ങനെ SFI സമ്മേളനത്തിൽ അങ്ങനെ ഒരു വലിയ ഒരു പരിപാടി ഇന്ന് നടക്കുന്നുണ്ട്. പഴയകാല SFI നേതൃസംഗമം, സംസ്ഥാന ഭാരവാഹികൾ ആയിരുന്നവരുടെ സംഗമമാണത്. അതൊരുപക്ഷെ ചരിത്രപരമായ പോരാട്ടത്തിൻ്റെയൊക്കെ ഒരു ചരിത്രം കൂടിയാണ് ആ നേതൃനിര എന്ന് പറയുന്നത്. പല വിദ്യാഭ്യാസ പോരാട്ടങ്ങളുടെയും ഭാഗമായ ആളുകൾ ഇന്ന് ഈ AKG സെൻട്രൽ ഹാളിൽ ഒത്തുചേരും എന്നുള്ളതാണ്. എന്തായാലും സമ്മേളനത്തിലേക്ക് വന്നാൽ ഇന്നലെ രാവിലെ വലിയ തരത്തിലുള്ള ഒരു പ്രകടനമായി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയായിരുന്നു വിദ്യാർത്ഥി റാലി. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസമാണ്. ഇന്നലെ വൈകുന്നേരം ക്യൂബൻ അംബാസിഡർ, ഇന്ത്യയിലെ ക്യൂബൻ അംബാസിഡർ ആണ് ഉദ്ഘാടനം ചെയ്തത് സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം. ഇന്നലെ തന്നെ ആർഷോ അതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിന്മേൽ ഇന്നലെ ഗ്രൂപ്പ് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണി മുതൽ 2 മണിക്കൂർ കൂടി ഗ്രൂപ്പ് ചർച്ചകൾ നടക്കും. അതിനുശേഷം ആയിരിക്കും പൊതു ചർച്ചയിലേക്ക് കടക്കുക. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പ്രതിനിധികൾ വിവിധ വിഷയങ്ങളിൽ, അതായത് വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങളിൽ, ഒപ്പം തന്നെ SFIയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അത്തരം നിർദ്ദേശങ്ങൾ അടങ്ങിയ ചർച്ചകൾ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരും. അതിനൊക്കെ മറുപടി ഉണ്ടാകും. സംസ്ഥാന കമ്മിറ്റി കൂടി അതിൽ എന്ത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിലുള്ള മറുപടി ഉണ്ടാകും. വിവിധ തരത്തിലുള്ള ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന കാവ്യവൽക്കരണത്തിന് എതിരായ ഉൾപ്പെടെ പ്രമേയങ്ങൾ ഉണ്ടാകും. മറ്റ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഒക്കെ പരിഹാരം കാണുന്നതിന്, അതിൽ ഇടപെടൽ നടത്തുന്നതിന് ഒക്കെയുള്ള പ്രമേയങ്ങൾ ഒക്കെ SFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ പ്രമേയങ്ങൾ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് സ്വകാര്യ സർവകലാശാലകൾ സാമൂഹ്യ നിയന്ത്രണം, സാമൂഹ്യ നീതി ഉറപ്പാക്കിക്കൊണ്ട് കടന്നു വരണം. അതിന് നിയമനിർമ്മാണം കേരള നിയമസഭ നടത്താൻ പോകുന്നു. രാജ്യത്തെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഒരു നിബന്ധനയാണത്. രാജ്യത്തെവിടെയും മുമ്പ് വിജിൻ പറഞ്ഞതുപോലുള്ള കേന്ദ്ര വിദ്യാഭ്യാസ നയമനുസരിച്ച് സ്വകാര്യ സർവകലാശാലകൾക്ക് നിർബാധം എവിടെയും പ്രവർത്തനം ആരംഭിക്കാം. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ സാമൂഹ്യ നീതി പാലിക്കണം. 40% കേരളീയർക്ക്, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം അതിലുണ്ടാകണം. സംവരണ തത്വങ്ങൾ പാലിക്കണം എന്ന് സ്വകാര്യ സർവകലാശാലയോട് പറയുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. അവർക്ക് നിർബാധം പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെയുള്ള മാറ്റങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ, SFIയുടെ സമ്മേളനത്തിൽ ഉയരുന്ന പ്രമേയങ്ങൾ, അവിടെ വരുന്ന ചർച്ചകൾ, അത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് വിജിൻ. സ്വാഭാവികമായി തീർച്ചയായും അത്തരം പ്രമേയങ്ങൾ അത് അവതരിപ്പിക്കപ്പെടുക മാത്രമല്ല, അത് പാസ്സാക്കി ആർക്കാണോ അത് അയച്ചു നൽകേണ്ടത് അവർക്കത് അയച്ചു നൽകുകയും ചെയ്യും. സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തിലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്നതുപോലെ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ SFI നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. തട്ടിക്കൂട്ട് സർവകലാശാലകൾ ഒഴിച്ച് കൃത്യമായ സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന സർവകലാശാലകൾ വരുന്നതിനോട് എതിർപ്പില്ല. പക്ഷേ അതിൻ്റെ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കണം എന്നുള്ളതാണ് SFI നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ ഒക്കെ അറിയിക്കുകയും ചെയ്തതാണ്. എന്തായാലും അത്തരം പ്രമേയങ്ങൾ കൂടി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. പിന്നീട് ഏറ്റവും പ്രധാനമായി കാണുന്നത്, ഈ അടുത്ത കാലത്ത് ക്യാമ്പസുകളിൽ വീണ്ടും ഈ റാഗിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടുതലായി ഉണ്ടായി വരുന്നു. ഈ അടുത്ത കാലത്തായി അങ്ങനെ ഒരു കാണപ്പെടുന്നു എന്നുള്ള വിഷയത്തിൽ ഉൾപ്പെടെ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം? ഒരു കാലത്ത് വലിയ തരത്തിലുള്ള റാഗിംഗ് ക്യാമ്പസുകളിൽ ഒക്കെ ഉണ്ടായിരുന്നതാണ്. അതിനെ അടിച്ചമർത്തുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ച വിദ്യാർത്ഥി സംഘടന കൂടിയാണ് SFI.
ആ SFI തന്നെ അതിന് എതിരായ പോരാട്ടം വീണ്ടും ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആർഷോ തന്നെ ഇന്നലെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ അരാഷ്ട്രീയവാദം പൂർണ്ണമായും തുറച്ചു നീക്കി വിദ്യാർത്ഥികളെ സമൂഹത്തിൻ്റെയൊക്കെ ഭാഗമാക്കി മാറ്റുന്നതിൽ ഏത് തരത്തിലൊക്കെ ഇടപെടാൻ കഴിയും എന്ന വിഷയത്തിൽ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ, പ്രമേയങ്ങൾ, അതിലെ ചർച്ചകൾ ഒക്കെ SFIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് നേതാക്കൾ സൂചനയും നൽകുന്നത്. എന്തായാലും നാളെയാണ് പുതിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുക. അതും പ്രധാനപ്പെട്ടതാണ്. SFI സമ്മേളനത്തിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു വർഷം ആരാണ് SFIയെ നയിക്കേണ്ടത്, ആരൊക്കെയാണ് അതിന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുന്നത്, അതിന്റെ സംസ്ഥാന വിജിൻ പറഞ്ഞ പോലെ വിജിൻ ഒരു കാര്യം കൂടി അന്ന, ഇന്നലത്തെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ വിജിൻ വരികയാണ്. വിദ്യാർത്ഥി സംഘടനയുടെ ഒരു SFIയെ പോലൊരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഓരോ സെഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾ ഉറ്റുനോക്കും എത്രമാത്രം പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു, എങ്ങനെ ചർച്ച നടക്കുന്നു, ഏതൊക്കെ തരം പ്രമേയം വരുന്നു. അവിടെ ഇതിൽ ക്യൂബൻ അംബാസിഡറുടെ ഒരു വരവ്, അദ്ദേഹം ഈ കുട്ടികളെ അഭിസംബോധന ചെയ്തത്, രാവിലെ മുഖ്യമന്ത്രി ആ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുന്നു, ചില വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നു, ജാഗ്രതപ്പെടേണ്ടത് എവിടെയാണെന്ന് പറയുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു. ക്യൂബൻ അംബാസിഡറൊക്കെ വന്നത് സത്യത്തിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൽ കുറേ കൂടി ശ്രദ്ധാകേന്ദ്രമാക്കിയില്ലേ? അതെ, തീർച്ചയായും. അപ്പോൾ നമുക്ക് വിജിനോട് അതേക്കുറിച്ച് ഒന്ന് ചോദിക്കണ്ടേ? വിജിൻ അങ്ങനെ പോകാൻ വഴിയില്ലല്ലോ. വിജിൻ, ഈ ക്യൂബൻ അംബാസിഡർ ഇന്നലെ സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം എങ്ങനെയാണ് ക്യൂബൻ അംബാസിഡർക്ക് അല്ലെങ്കിൽ ക്യൂബൻ ജനതയ്ക്ക് ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു വലിയ പോരാട്ടത്തിൽ അവരൊക്കെ രാജ്യത്ത് വന്ന് പ്രവർത്തിക്കുന്നവർക്ക്, ആ ക്യൂബൻ ജനതയുടെ ഭാഗമായി നിൽക്കുന്നവർക്കൊക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആവേശകരമാകുന്നത് എന്നതൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ സമൂഹ മാധ്യമങ്ങളൊക്കെ അത് വലിയ ചർച്ചയായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇന്ത്യയിലെ ക്യൂബൻ അംബാസിഡർ ജുവാൻ കാർലോസ് മാർസൻ അഗ്ലേര അദ്ദേഹമാണ് ഇന്നലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ കേരളം അവർക്ക് തന്നെ ഒപ്പം നിൽക്കുന്ന സംസ്ഥാനമാണ്. കേരളത്തിലെ ആളുകളെ ഒക്കെ അറിയാം, SFI നേതാക്കളെ ഒക്കെ അവർക്ക് നേരിട്ടറിയാം. ക്യൂബയെ പറ്റി പുസ്തകം എഴുതിയ നിതീഷ് നാരായണനെ ഒക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അവരൊക്കെ ഇടം പിടിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവൃത്തികൾ അവർ വീക്ഷിക്കാറുണ്ട്. ക്യൂബയും സംസ്ഥാനവും തമ്മിലുള്ള ഒരു സഹകരണം മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അത് അവർ കൃത്യമായി വീക്ഷിക്കാറുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നേതൃത്വം നൽകുന്ന ഭരണത്തെ എങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് സ്വാഭാവികമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബ വീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അമേരിക്കൻ സാമ്രാജ്യത്തിൽ നിന്ന് വലിയ തരത്തിലുള്ള എതിർപ്പ് തങ്ങൾ നേരിടുന്നുണ്ട്. അതിനെ പൂർണ്ണമായും എതിർത്ത് തോൽപ്പിക്കും എന്നുള്ള കാര്യം ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തു. ചെഗുവേരയുടെ വാക്കുകൾ കൂടി ഉദ്ധരിച്ചാണ് അദ്ദേഹം പ്രസംഗം നടത്തിയത്. എന്തായാലും SFI സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ ക്യൂബയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ഇത്തരത്തിൽ വലിയ അനുഭവമായി ക്യൂബയിൽ നിന്നുള്ള ഒരു സംഘം ഇവിടെ എത്തുന്നു. അദ്ദേഹം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ പൊതുസമൂഹത്തിനും കൗതുകവും ഒപ്പം വലിയ തരത്തിലുള്ള ആവേശവും നിറക്കുന്നു തന്നെയായിരുന്നു പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെഷൻ എന്ന് പറയുന്ന ശരത്ത്. ശരി, വിജിനാണ് വളരെ വിശദമായി തന്നെ SFI സമ്മേളനത്തെക്കുറിച്ച്, ഇന്നലെ അത് മിസ്സായ ആളുകൾക്ക് ഇന്നലെ എന്തൊക്കെ നടന്നു, ഏതൊക്കെ തരത്തിലാണ് SFI പോലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം കഴിഞ്ഞു പോയത് എന്നതൊക്കെ അറിയാൻ വിവരങ്ങൾ വളരെ സമഗ്രമായി. അതെ.